കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ NACL അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നല്ല. അപ്പോൾ അതിൻ്റെ പ്രിലിംസിന് നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കാദ്യം ഇതിന് മുന്നേ നടന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു അനാലിസിസ് നമുക്കൊന്ന് നോക്കാം. ഒരു ആവറേജ് അനാലിസിസ് ആണ്. ഇംഗ്ലീഷിൽ വരുന്നത് മൊത്തം 30 ക്വസ്റ്റ്യൻസാണ്. 30 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ കോമ്പിനേഷനാണ്. പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ പാരജമ്പിൾ ഉണ്ടായിരുന്നു, എറർ ഡിറ്റക്ഷൻ ഉണ്ടായി, ഫില്ലേഴ്സ് ഉണ്ടായി, മിസ്പെൽറ്റ് വേർഡ്സ് ഉണ്ടായി, പിന്നെ ക്ലോസ് ടെസ്റ്റ് പോലത്തെ മിസ്ലേനിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം കൂടെ ചേർത്ത് 30 ക്വസ്റ്റ്യൻ. അതിൽ റീഡിങ് കോമ്പ്രിഹെൻഷൻ ഏറ്റവും ലാസ്റ്റ്, പാരാജമ്പിൾസ് അതിന് മുന്നേ ആയിട്ട് ചെയ്യാം. ഈസി ആണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ചെയ്യാം, ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡിങ് കോമ്പ്രിഹെൻഷന് ശേഷം ചെയ്യാം. ഇത് രണ്ടും എപ്പോഴും ഏറ്റവും അവസാനം ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം തീർക്കുക. ഓക്കെ, ബാക്കിയുള്ള എറർ ഡിറ്റക്ഷൻ, ക്ലോസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത്, വേർഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, പിന്നെ മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ആദ്യം തീർക്കുക. അതിനുശേഷം അവസാനം വേണം റീഡിങ് കോമ്പ്രിഹെൻഷനും പാരാജമ്പിളും ചെയ്യാനായിട്ട്. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് വേറെ സ്ട്രാറ്റജീസ് ഒന്നുമില്ല. മോക്ക് എക്സാം ചെയ്യുമ്പോഴും ഇതേ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഇനി മാത്സിലോട്ട് വരുമ്പോഴത്തേനും മൊത്തം 35 ക്വസ്റ്റ്യനാണുള്ളത്. ഓക്കെ, മാത്സിൽ വരുമ്പോൾ മൊത്തം നമുക്ക് 35 ക്വസ്റ്റ്യനാണുള്ളത്. അതിനകത്ത് സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഒരു 10 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഒരു 7 കുറയാതെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും നമ്മൾ ഈ അസിസ്റ്റൻ്റൊക്കെ എക്സാംസ് എഴുതുമ്പോൾ. പിന്നെ ക്വാഡ്രാറ്റിക് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത്. പിന്നെ മിസ്സിങ് സീരീസ് അല്ലെങ്കിൽ റോങ് സീരീസ്, ഈ 3 സാധനമാണ് നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ സ്പീഡായിട്ട് തീരുന്ന ടോപ്പിക്കുകൾ. ഒന്ന് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, അല്ലെങ്കിൽ നമ്പർ സീരീസ്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ DI നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് അരിത്തമെറ്റുകൾ നിങ്ങൾ നോക്കി പോകുന്നുണ്ടാവും അല്ലേ. ഇനി DI ഈസി ആണെങ്കിൽ DI ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം DI ഒരു ഇത്തിരി കാൽക്കുലേറ്റീവ് ആണ്. അന്നേരം അരിത്തമെറ്റിക് ഈസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അരിത്തമെറ്റിക് ചെയ്തോളാം. DI അവസാനത്തേക്ക് വെച്ചാൽ മതി. ഓക്കെ ആണോ? ഇതാണ് സ്ട്രാറ്റജി. ഇനി ഞാൻ ഈ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ശരിക്കും അങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയത് അപ്രോക്സിമേഷനാണെന്ന് വിചാരിക്കുക, സ്റ്റാർട്ട് ചെയ്തോളാം. ഫസ്റ്റ് തന്നെ കിട്ടിയത് സീരീസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യും. ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് മനസ്സിലാവുമെങ്കിൽ മാത്രം ചെയ്യും. ലോജിക്ക് എഴുതി വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ സീരീസ് ആദ്യം ചെയ്യരുത്. ഇനി നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ബാർഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫാണെന്ന് വിചാരിക്കുക. ബാർഗ്രാഫല്ല, ഏതെങ്കിലും ആയിരിക്കും. അവിടെ നിന്ന് ചെയ്ത് തുടങ്ങരുത് കേട്ടോ. ആ ഗ്രാഫിനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക അല്ലെങ്കിൽ മാർക്ക് ചെയ്തേക്കുക. ബാർഗ്രാഫൊക്കെ നമുക്ക് പിന്നീട് ചെയ്യണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, പിന്നെ ചിലപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ തന്നെ വരുന്ന അരിത്തമെറ്റിക് ആയിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങല്ലേ. അരിത്തമെറ്റിക് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കുക, എല്ലാം സ്കിപ്പ് ചെയ്യുക. ബാർഗ്രാഫിൻ്റെ എങ്ങനെയാണ് അവസ്ഥ എന്ന് നോക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്ന്, സിംപ്ലിഫിക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു കാരണവശാലും അരിത്തമെറ്റിക്കിൽ നിന്നോ നമ്മുടെ DI നിന്നോ നമ്പർ സീരീസിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ക്ലിയർ ആണോ? അതെവിടെയാണോ ഉള്ളത് അവിടെ എത്തുന്നവരെ ചാടി പൊക്കോളാം. ഓക്കെ ആണോ? അതാണ് സ്ട്രാറ്റജി. ഓക്കെ, ഇനി അരിത്തമെറ്റിക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഏജസ്, ടൈം വർക്ക്, ഡിസ്റ്റൻസ്, ബോട്ട്, ആവറേജ്, പ്രൊഫഷണൽ ലോസ്, മെൻസുറേഷൻ, മിക്സ്ഡ് അലിഗേഷൻ, പാർട്ട്ണർഷിപ്പ്, കോമ്പൗണ്ട് ടെസ്റ്റ്, റേഷ്യോ. എല്ലാത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണോ? ചിലപ്പോൾ ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അരിത്തമെറ്റിക്കിൽ. അതാണ് നമ്മൾ അരിത്തമെറ്റിക് 10 ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് റീസണിലോട്ട് വരുമ്പോഴത്തേനും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സാധനം ഏതാ? പസിൽ. 15 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു 3 സെറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ആവറേജ് ഇതാ കേട്ടോ. കുറേ ഷിഫ്റ്റ് ഉണ്ട്. ഇതൊരു ആവറേജ് അനാലിസിസ് ആണ് ഞാനീ പറയുന്നത്. ഇനി റിലേഷൻ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഡയറക്ഷൻ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനിക്വാളിറ്റി 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ആൽഫ നമ്പർ സീരീസ് ഉണ്ട്, മീനിങ് വേർഡ് കണ്ടുപിടിക്കാനുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ അവസാനത്തെ സമയം മാത്രമായിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഓക്കെ,
ഓർഡർ ആൻഡ് റാങ്കിങ് ഉണ്ട്, ആൽഫബറ്റ് ടെസ്റ്റ് ഉണ്ട്, പെയർ ആൻഡ് ലെറ്റർ ഉണ്ട്. ഇതിൽ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പസിൽസ് ഏറ്റവും അവസാനം. ഇതിനകത്ത് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇനിക്വാളിറ്റി, ആൽഫ ന്യൂമറി സീരീസ്. സില്ലോയിസം ഉണ്ടെങ്കിൽ അത് ഓക്കെ. മീനിഫുൾ വേർഡൊക്കെ അവസാനമായിട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഓർഡർ റാങ്കിങ് വേണമെങ്കിൽ ചെയ്യാം, ആൽഫബറ്റ് ബാക്കി പരിപാടികളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്ഷനും ചെയ്യാം, ബ്ലഡ് റിലേഷൻസും ചെയ്യാം. പസിൽസ് ഏറ്റവും അവസാനം. ഈ ഡയറക്ഷനും ബ്ലഡ് റിലേഷനും ചിലപ്പോൾ ഈസി ആയിരിക്കത്തില്ല. ഈസി ആണെങ്കിൽ നിങ്ങൾ പസിൽസിന് മുന്നേ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളാം. ഓക്കെ. ഡിഫിക്കൽട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പസിൽസ് നോക്കിയിട്ട് നോക്കിയതിന് ശേഷം ഇതിനകത്ത് ഏതാണോ ഓക്കെ എന്നതനുസരിച്ച് നിങ്ങൾ ചെയ്തോളാം. ഓക്കെ. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പസിൽസ് സീറ്റിംഗ് അറേഞ്ചിൻ്റെ ഏറ്റവും അവസാനം, ബാക്കിയുള്ളതെല്ലാം തീർത്തിട്ടേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, പസിൽസ് സീറ്റിംഗ് അറേഞ്ചിനകത്തോട്ട് നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിനൊരു സ്ട്രാറ്റജി. ഇനി നമുക്ക് ഏത് ഓർഡറിലാണ് ഈ ടോപ്പിക്കുകൾ വരാമെന്ന് എക്സാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. അതായത് ഫസ്റ്റ് മാത്സ്, പിന്നെ റീസണിങ്, പിന്നെ ഇംഗ്ലീഷ്, അങ്ങനെയാണോ എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ മോക്ക് എക്സാം എഴുതുമ്പോഴും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് തന്നെ ചെയ്യുക. നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിച്ച് കഴിഞ്ഞു എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാനിത് പറയുമ്പോൾ എല്ലാ ടോപ്പിക്കും നിങ്ങൾ വൃത്തിയായിട്ട് ഒരു റൗണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ ഈ സ്ട്രാറ്റജി പറയുന്നത്. ഇനി 2024 നവംബർ മാസമാണ് ഈ എക്സാം നടന്നത്. അതിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. നമുക്ക് കേരളത്തിൽ വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ, SC 83, OBC 86, EWS 59, UR 86. UR കട്ട് ഓഫ് 86 ആണ്. ഓക്കെ ആണോ? അപ്പോൾ എത്ര അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കി. ഒരു 95-ന് മേലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഒരു 90ക്കും 95 എടുത്ത് ആ ടൈമിൽ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ഓവറേജ് എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത്ര നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എക്സാം നല്ല ഈസി ആയിരിക്കും. ഓക്കെ ആണോ? ഞാനിപ്പോൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതേ ഉള്ളൂ. എക്സാം നല്ല ഈസിയാണ്. ക്ലറിക്കൽ എക്സാമുകളും അതുപോലെ അസിസ്റ്റൻ്റ് എക്സാമുകളുടെ എല്ലാം പ്രിലിംസ് വളരെ ഈസി ആയിരിക്കും. നമുക്ക് എന്തായാലും ഒരു 90യുടെ മുകളിൽ സുഖമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 86 ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തവണ എന്തായാലും 90 ആയിരിക്കും. അപ്പോൾ ഒരു 95-ന് മുകളിൽ അറ്റംപ്റ്റ് എങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്ന് കറക്കി കുത്തുകയും ചെയ്യരുത്. എക്സാം ഈസി ആണെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ട് വരിക. മോഡറേറ്റ് ആണെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ ആണോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ മതി എല്ലാ എക്സാമും. ഓക്കെ ആണോ? കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഇത്രയായിരുന്നു, സോ അതിന് മേളിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വെറുതെ കറക്കി കുത്തിക്കൊണ്ട് വരരുത്. ആ ഒരു എക്സാമിന് നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം എഴുതാൻ പറ്റുമോ അത്ര എഴുതിക്കൊണ്ട് പോരുക. അത് മതി ആ എക്സാം ക്രാക്ക് ചെയ്യാൻ. അതിൻ്റെ ഒരു പരിപാടി. നമ്മൾ പിള്ളേർ എക്സാം എഴുതുന്നതനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് പിള്ളേർ ചെയ്തിട്ടുണ്ടോ അനുസരിച്ചാണ് കട്ട് ഓഫൊക്കെ തീരുമാനിക്കേണ്ടത്. ആക്ച്വലി കട്ട് ഓഫൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു എക്സാം നടന്നു, പ്രിലിംസിനകത്ത് പാസ്സാവുന്ന എത്തിന്ന് വേക്കൻസി ഇത്ര ടൈംസ് പിള്ളേർ ഇടുക. അത് ആ ഒരു കാൽക്കുലേഷനിലാണ് കട്ട് ഓഫൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ സ്ട്രാറ്റജി ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാ ക്ലറിക്കൽ എക്സാമിനും സെയിം സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ എക്സാം ഇപ്പോൾ കഴിഞ്ഞ വർഷം വിളിച്ച് 2025 വന്നില്ല, 24 വന്നോണ്ട് പ്രത്യേക ഒരു വീഡിയോ തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഈ വർഷം തന്നെ ജോലിക്ക് കയറാം. ഓക്കെ.